ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വേദപുസ്തകം എഴുതിയ കാലം, വേദപുസ്തകത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാം. BC 1600-നും 400-നും ഇടയ്ക്ക് പല സ്ഥലങ്ങളിലിരുന്ന് 30 എഴുത്തുകാർ ദൈവശക്തിയാൽ തയ്യാറാക്കിയതാണ് പഴയ നിയമം. AD 40 മുതൽ 95 വരെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് 8 എഴുത്തുകാർ പരിശുദ്ധാത്മശക്തിയാലും നിയോഗത്താലും പുതിയ നിയമം എഴുതപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 66 പുസ്തകങ്ങളുള്ള ഈ സത്യവേദ പുസ്തകം എഴുതിയത് പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, വൈദ്യന്മാർ, മുഖ്വന്മാർ, പണ്ഡിതന്മാർ അത്ഭുതകരമായ ആശയപ്പൊരുത്തത്തോടുകൂടി എഴുതി എന്നുള്ളതാണ് ഈ ബൈബിളിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവാണ് ഇവരിലെല്ലാം പ്രവർത്തിച്ചത്. അറിവില്ലാത്തവരിലും അറിവുള്ളവരിലും ദൈവിക അറിവ് പകർന്ന് ദൈവത്തിന് എന്താണോ ഈ ലോകത്തിലെ മനുഷ്യരിലേക്ക് അയക്കേണ്ടത്, പറയേണ്ടത്, അത് അവരിൽ കൂടി പറഞ്ഞിരിക്കുകയാണ് ബൈബിളിലുള്ളത്. ദൈവത്തിന് ലോകത്തോട് പറയാനുള്ളത് ഈ സത്യവേദ പുസ്തകത്തിൽ കൂടി ദൈവം മനുഷ്യന് നൽകി. അതിന് ഈ സത്യവേദ പുസ്തകം നാം അതിനെ സത്യത്തിലും ആത്മാവിലും തിരിച്ചറിഞ്ഞ് ആത്മനിയോഗത്താൽ പഠിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും. നമുക്ക് ഈ ബൈബിൾ തന്ന ദൈവത്തിന് നന്ദി പറയാം. ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമായിരിക്കട്ടെ. സത്യവേദ പുസ്തകം പഠിക്കാത്ത എല്ലാവരും ഇത് പഠിക്കണം. ഇത് വായിച്ച് അതിൽ നിന്ന് ദൈവവചനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നാം മറ്റുള്ളവരെ വിധിക്കുന്നവരായിട്ടല്ല, നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരണം. ഏതവസ്ഥയിലും ഏത് സ്ഥലങ്ങളിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി തീരുവാൻ ഇടയായി തീരണം. അതുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഈ സത്യവേദ പുസ്തകം നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.